എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7-ലെ ജിയോഗ്രഫി ചാപ്റ്റർ 5 ആണ്. മുൻപുള്ള 4 ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐ കാർഡിലും കൊടുക്കാം. ദയവായി ആ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് വാട്ടർ. ഇതുമായി ബന്ധപ്പെട്ട പല ക്ലാസ്സുകളും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ വാട്ടറുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുതകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് പോയിന്റുകൾ പഠിക്കാം. വാട്ടർ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ സർവൈവൽ. അല്ലേ, ഭൂമി നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കാൻ ഒരു പ്രധാന കാരണമായ ഘടകം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ വാട്ടർ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ സർവൈവൽ. മനുഷ്യൻ്റെ നിലനിൽപ്പിനും ജീവികളുടെ നിലനിൽപ്പിനും കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ജലം. About 3/4 ഓഫ് ദ വേൾഡ്സ് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. നമ്മുടെ ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം, ഭൂമിയിൽ പ്രധാനപ്പെട്ട 5 മഹാസമുദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കടലുകളും ഒക്കെയുണ്ട്. അപ്പോൾ ആകെ ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഏകദേശം 70% വരും ഇത്. Then വേൾഡ് വാട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ മാർച്ച് 22. എല്ലാ വർഷവും മാർച്ച് 22-നാണ് നാം വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ലോക ജലദിനം. അവർ എർത്ത് ഈസ് ലൈക്ക് എ ടെററിയം വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ എൻക്ലോഷർ ഫോർ കീപ്പിംഗ് സ്മോൾ ഹൗസ് പ്ലാന്റ്സ്. ഈ ജലത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എർത്ത് എന്തുപോലെ ആക്ട് ചെയ്യുന്ന ഒരു ടെററിയം, വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ എൻക്ലോഷർ ഫോർ കീപ്പിംഗ് സ്മോൾ ഹൗസ് പ്ലാന്റ്സ്. നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ പ്ലാന്റ്സ് നട്ടുവെക്കാനായി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ടെറേറിയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ജലത്തിൻ്റെ അധികമായ പ്രസൻസ് മൂലം നമ്മുടെ ഭൂമിയും ഒരു ടെറേറിയം പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്, വാട്ടർ സൈക്കിൾ. ചിലപ്പോൾ നിങ്ങൾ മുൻപും പഠിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാകും ഇത്. Water cycle is the process where water continually changes its form and circulates between ocean, atmosphere and land. നമുക്കറിയാം, ജലത്തിന് പ്രധാനമായും 3 ഫേസുകളുണ്ട് അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 കണ്ടീഷനിലും മാറി മാറി വരുന്നത് എന്ത്, ജലം. ഈ 3 കണ്ടീഷനിലും വാട്ടർ മാറി മാറി വരുന്നു. ദെൻ ഇത് ഓഷ്യനിലും അറ്റ്മോസ്ഫിയറും ലാൻഡിലുമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വാട്ടർ സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഓഷ്യനിലും അറ്റ്മോസ്ഫിയറിലും ലാൻഡിലുമായിട്ട് ജലം കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് വാട്ടർ സൈക്കിൾ. ഈ വാട്ടർ സൈക്കിളിൽ ജലത്തിൻ്റെ അവസ്ഥകൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ അവസ്ഥകളിലൂടെ ജലം കടന്നു പോകുന്നു. ഇനി വാട്ടർ സൈക്കിളിൻ്റെ ഓരോ പോയിന്റുകൾ നോക്കാം, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും പഠിക്കാം. The sun's heat causes evaporation of water vapor. ഇപ്പോൾ നമ്മുടെ ഒരു ജലാശയത്തിൽ ജലം കെട്ടിക്കിടക്കുന്നു, അല്ലെ സമുദ്രത്തിലെ ജലം സൂര്യൻ്റെ ചൂട് മൂലം ഇവാപ്പറേഷൻ നടന്ന് വാട്ടർ വേപ്പറായി മാറുന്നു. അതായത് ലിക്വിഡ് കണ്ടീഷനിൽ നിന്നും വേപ്പർ കണ്ടീഷൻ അല്ലെങ്കിൽ ഗ്യാസ് കണ്ടീഷനിലേക്ക് മാറുന്നു. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇവാപ്പറേഷൻ. ഒരു ലിക്വിഡ് ഗ്യാസായി മാറുന്ന പ്രക്രിയയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ ചൂട് മൂലം ഇവാപ്പറേഷൻ നടന്ന് ജലം എന്തായി മാറുന്നു, വാട്ടർ വേപ്പറായി മാറുന്നു. When the water vapor cools down, it condenses and forms cloud. അപ്പോൾ ഇങ്ങനെ വാട്ടർ വേപ്പറായ ജലകണികകൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. ദെൻ ചൂട് പിടിച്ച അവ
ആകാശത്ത് ചെല്ലുമ്പോൾ തണുക്കുന്നു, കൂൾസ് ഡൗൺ. അപ്പോൾ തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവ കണ്ടൻസ് ചെയ്യപ്പെടും. അതായത് ഇവോപ്പറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അതായത് ഗ്യാസ് കണ്ടീഷനിൽ നിന്നും വാട്ടർ കണ്ടീഷൻ, ലിക്വിഡ് കണ്ടീഷനിലേക്ക് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഇങ്ങനെ കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ മേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവോപ്പറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? വാട്ടർ വേപ്പറായ ആ വസ്തുക്കൾ തിരിച്ച് എന്ത് കണ്ടീഷനിലേക്ക്? ലിക്വിഡ് കണ്ടീഷനിലേക്ക് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആകാശത്ത് എന്ത് രൂപപ്പെടുന്നത്? ക്ലൗഡ്സ്, മേഘങ്ങൾ രൂപപ്പെടുന്നത്. Clouds then precipitate into rain, snow, sleet, etc. and come down back to earth. ഇങ്ങനെ ക്ലൗഡ് ധാരാളമായി ഫോം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്, ഭാരം കൂടുകയും അവ പ്രസിപ്പിറ്റേഷനായി താഴേക്ക് വീഴുന്നു. പ്രസിപ്പിറ്റേഷനായി ഏതൊക്കെ രീതിയിലാണ് താഴേക്ക് വരുന്നത്? ഒന്നില്ലെങ്കിൽ മഴ, റെയിൻ, രണ്ടാമത് മഞ്ഞ്, പിന്നെ സ്ലീറ്റ്, ആലിപ്പഴ വർഷം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ മഴ, മഞ്ഞ്, ആലിപ്പഴം എന്നീ രീതിയിൽ ഈ ജലം തിരിച്ചെങ്ങോട്ട് തന്നെ എത്തുന്നു? ഭൂമിയിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ നിന്നും വെള്ളം ഇവോപ്പറേഷൻ വഴി ആകാശത്തെത്തുന്നു. അവിടെ ചെന്ന് കണ്ടൻസേഷൻ നടന്ന് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ദെൻ ക്ലൗഡ്സ് പ്രസിപ്പിറ്റേഷനായി റെയിൻ, സ്നോ, സ്ലീറ്റ് എന്നീ രൂപങ്ങളിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ദിസ് കണ്ടിന്യൂവൽ മൂവ്മെന്റ് ഓഫ് ദ സെയിം വാട്ടർ ഈസ് കോൾഡ് ദി വാട്ടർ സൈക്കിൾ. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയില്ലേ? വാട്ടർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? ഭൂമിയിൽ നിന്ന്. ആ ഭൂമിയിലേക്ക് തന്നെ വാട്ടർ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അതൊരു സൈക്കിളാണ്, വാട്ടറിൻ്റെ സൈക്കിൾ ആയതുകൊണ്ട് ഈ കണ്ടിന്യൂവൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വാട്ടർ സൈക്കിളിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റിലുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ജലാശയമാണ്. അപ്പോൾ ഒരു പോണ്ടാണെന്ന് വിചാരിച്ചോളൂ. സൂര്യൻ്റെ ചൂട് മൂലം അവിടെ നിന്ന് ഇവോപ്പറേറ്റ് ആയ വാട്ടർ വേപ്പർ മേഘങ്ങൾ രൂപം കൊള്ളിക്കുന്നു. എവിടെ? സ്കൈയിൽ, ആകാശത്ത്. അവിടെ നിന്നും കണ്ടൻസേഷൻ വഴിയാണ് മേഘങ്ങൾ രൂപപ്പെട്ടത്. ദെൻ പ്രസിപ്പിറ്റേഷനായി താഴേക്ക് വീഴുന്നു. ആ ജലം തിരിച്ച് ഒഴുകി എവിടെ തന്നെ എത്തുന്നു? ആ സെയിം പോണ്ടിലേക്ക് തന്നെ എത്തുന്നു. വാട്ടർ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് ദ മേജർ ബോഡീസ് ഓഫ് വാട്ടർ. നമ്മുടെ ജലം എങ്ങനെയെല്ലാം ഭൂമിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ദെൻ ജലം കാണപ്പെടുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഴ്സസ് ഓഫ് വാട്ടർ, അതാണ് മേജർ ബോഡീസ് ഓഫ് വാട്ടർ, എവിടെയെല്ലാം ജലം കാണപ്പെടുന്നു. ആദ്യമായി, about 97% of all water on earth is salty and about 3% is ഡ്രിങ്കബിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ 70%, 3/4 എന്താണ്? വെള്ളമാണ്. ഈ ജലത്തിൽ 97% ഉപ്പ് കലർന്ന വെള്ളമാണ്. അതായത് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ജലമാണ്. നമുക്കറിയാം സമുദ്രജലം എന്ത് രസമുള്ളതാണ്? ഉപ്പ് രസം, സലൈൻ, അതായത് സോൾട്ടിയാണ്. അപ്പോൾ 97% വാട്ടറും എന്താണ്? സോൾട്ടിയാണ്. അത് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ള 3% മാത്രമാണ് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോർ ദാൻ 97% ഓഫ് ദ വാട്ടർ ഈസ് ഇൻ ഓഷ്യൻ. നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് അവ 97%ഉം സോൾട്ടി ആണെന്ന് പറഞ്ഞത്. ദെൻ നമുക്ക് ഡ്രിങ്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വെറും 3%. ഈ 3%ൻ്റെ 2% ലോക്ക്ഡ് ഇൻ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. ഈ 2% ആർട്ടിക്, അന്റാർട്ടിക് റീജിയൻസിൽ ഐസായും ഗ്ലേഷ്യേഴ്സ് ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ഇത് മനുഷ്യന് അവൈലബിൾ അല്ല. അപ്പോൾ ആ 3%ൽ 2% മനുഷ്യന് അവൈലബിൾ അല്ല. ബാക്കിയുള്ളത് വെറും 1% മാത്രമാണ്. ഈ 1% റിവേഴ്സ്, ലേക്സ്, പോൺസ്, വെൽസ്, അറ്റ്മോസ്ഫിയർ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള ആകെ ജലത്തിൻ്റെ 1% മാത്രമാണ് നമ്മൾ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ഫ്രഷ് വാട്ടർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ 97%ഉം സോൾട്ടി വാട്ടറാണ്. ബാക്കിയുള്ള 3% ഫ്രഷ് വാട്ടറിൽ 2%ഉം കാണപ്പെടുന്നത് ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിൽ ഐസ് ക്യാപ്സും ഗ്ലേഷ്യേഴ്സുമായിട്ടാണ്. ബാക്കി വരുന്ന 1% മാത്രമാണ് നമുക്ക് കുടിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് റിവേഴ്സിലും ലേക്സിലും പോൺസിലും വെൽസിലും അറ്റ്മോസ്ഫിയറിലുമായിട്ട് കാണപ്പെടുന്നു. അടുത്തത് സലൈനിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് സോൾട്ട് ഇൻ ഗ്രാംസ് പ്രസൻറ്റ് ഇൻ 1000 grams ഓഫ് വാട്ടർ. എന്താണ് സലൈനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമ്മൾ 1000 gram വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഗ്രാം സോൾട്ട് അടങ്ങിയിരിക്കുന്നു, ആ അളവിനെയാണ് എന്ത് പറയുന്നത്, സലൈനിറ്റി. ഇപ്പോൾ 1000 gram വാട്ടർ നമ്മൾ കടലിൽ നിന്ന് ശേഖരിക്കുന്നു ടെസ്റ്റ് ചെയ്യാൻ. ദെൻ ടെസ്റ്റ് ചെയ്ത് അതിലുള്ള സോൾട്ടിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നു. അതിനെയാണ്, ആ സോൾട്ടിൻ്റെ അളവിനെയാണ് സലൈനിറ്റി എന്ന് പറയുന്നത്. ദ ആവറേജ് സലൈനിറ്റി ഓഫ് ദ ഓഷ്യൻ ഈസ് 35 parts per 1000. അതിൻ്റെ യൂണിറ്റ് ആണ് പാർട്സ് പെർ 1000 എന്ന് പറയുന്നത്. അപ്പോൾ ഓഷ്യൻ്റെ ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത് 35 parts per 1000 ആണ്. അപ്പോൾ 1000 gram ഓഷ്യൻ വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സീ വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോൾട്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 35 gram ആയിരിക്കും. അതാണ് 35 parts per 1000. സലൈനിറ്റി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Ocean water contains dissolved salt like sodium chloride and hence is saline and cannot be used for drinking. ഇനി ഓഷ്യൻ വാട്ടറിൻ്റെ സലൈനിറ്റിക്ക് കാരണമായത് എന്താണ്? പ്രധാനമായും സോഡിയം ക്ലോറൈഡ് ആണ്. നാം ഉപയോഗിക്കുന്ന ഉപ്പ്, നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്നത് കടൽ ഓഷ്യൻ വാട്ടറിൽ നിന്നാണ്, കടൽ ജലത്തിൽ നിന്നാണ് അല്ലേ, സമുദ്രജലത്തിൽ നിന്നാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസ്, സോഡിയം ക്ലോറൈഡ് പോലെയുള്ള സോൾട്ടിൻ്റെ പ്രസൻസ് മൂലമാണ് ഓഷ്യൻ വാട്ടറിന് സലൈൻ ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് അവ കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തത്. Dead Sea in Israel has salinity of 45 parts per 1000. അതായത് ഇസ്രായേൽ, ജോർദാൻ തുടങ്ങിയ കൺട്രീസിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ഒരു സീ അല്ല, ഒരു ലേക്കാണ്, ഒരു തടാകമാണ് ചാവുകടൽ. പേരിൽ മാത്രമേ കടലുള്ളൂ, അതൊരു തടാകമാണ്. ഡെഡ് സീ എന്നറിയപ്പെടുന്നത്. ആ ഡെഡ് സീയുടെ സലൈനിറ്റി എന്ന് പറയുന്നത് 45 parts per 1000 ആണ്. നമ്മൾ ആവറേജ് പറഞ്ഞത് എത്രയാണ്? 35 parts per 1000. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഡെഡ് സീയിൽ സലൈനിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വിമ്മേഴ്സ് ക്യാൻ ഫ്ലോട്ട് ഇൻ ഇറ്റ് ബിക്കോസ് ദ ഇൻക്രീസ്ഡ് സോൾട്ട് കണ്ടന്റ് മേക്ക് ഇറ്റ് ഡെൻസ്. സോൾട്ടിൻ്റെ അളവ് കൂടുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുന്നു. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ സ്വിമ്മേഴ്സിനൊക്കെ ആ ഡെഡ് സീയിൽ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും. മേ ബി നിങ്ങൾ ഫിഗറിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരാൾ ആ ഡെഡ് സീയുടെ മുകളിൽ കിടന്നിട്ട് പത്രം വായിക്കുന്നതെല്ലാം. അപ്പോൾ അത് ഡെഡ് സീയിലെ ഒരു പിക്ചറാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഡെഡ് സീയിൽ ഇങ്ങനെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സലൈനിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, 45 parts per 1000 ആണ്. റിവേഴ്സ്, പോൺസ്, സ്പ്രിങ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. അപ്പോൾ ആകെ അവൈലബിൾ ആയിട്ടുള്ള 3% ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സസ് ആണ് റിവേഴ്സ്, പോൺസ്, springs and glaciers. Less than 1% of water on the earth is freely available fresh water and therefore it must be used very carefully and should be conserved. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ലെസ് ദാൻ 1% അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1% മാത്രമാണ് നമുക്ക് ഫ്രഷ് വാട്ടർ ഡ്രിങ്കബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആകെ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിൻ്റെ ലെസ് ദാൻ 1%, അപ്രോക്സിമേറ്റ് 1% മാത്രമേ നമുക്ക് ഫ്രഷ് വാട്ടർ മനുഷ്യനും ജന്തുജാലങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ളൂ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ഓഷ്യൻസിലാണ്. ദെൻ ഐസ് ക്യാപ്സും ഗ്ലേഷ്യേഴ്സിലും 2%. ബാക്കി വരുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ, ഫ്രഷ് വാട്ടർ, ലേക്സ്, ഇൻലാൻഡ് സീസ്, സോൾട്ട് ലേക്ക്, ദെൻ അറ്റ്മോസ്ഫിയർ, റിവേഴ്സ് എന്നിവയിൽ കാണപ്പെടുന്നത് ആകെ 100%. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്, സർക്കുലേഷൻ ഇൻ ഓഷ്യൻസ്. നമ്മൾ ഓഷ്യൻസിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓഷ്യൻസിൽ പ്രധാനമായിട്ടും, ഓഷ്യൻസിനെ കുറിച്ചല്ല, ഓഷ്യൻസിലെ സർക്കുലേഷൻസിനെ കുറിച്ചാണ്.
സർക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻസിൽ ചില ജലപ്രവാഹങ്ങൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ചില മൂവ്മെന്റ്സ് കാണപ്പെടുന്നു. അതെങ്ങനെയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓഷ്യൻ വാട്ടർ മൂവ്സ് കണ്ടിന്യൂസ്ലി. ഓഷ്യനിലെ ജലം തുടർച്ചയായി മൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അൺലൈക്ക് ദ സ്റ്റാഗ്നന്റ് വാട്ടർ ഓഫ് പോണ്ട് ആൻഡ് ലേക്ക്. തടാകത്തിലെയും കുളത്തിലെയും ജലത്തിന് എന്തില്ല? ഒഴുക്കില്ല. അപ്പോൾ അതിന് വിപരീതമായി ഓഷ്യൻ വാട്ടർ മൂവ്സ് കണ്ടിന്യൂസ്ലി. This continuous movement is known as ocean circulation. ഈ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് ഓഷ്യൻ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കടൽ ജലം ഒഴുകുന്നതിനെ ഓഷ്യൻ സർക്കുലേഷൻ, ഒരു പ്രത്യേക രീതിയിൽ ഒഴുകുന്നതിനെ ഓഷ്യൻ സർക്കുലേഷൻ എന്ന് പറയുന്നു. ഇതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഓഷ്യൻ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഓഷ്യൻ സർക്കുലേഷൻസ് ആണ് വേവ്സ്, ടൈഡ്സ്, കറൻസ്. നിങ്ങൾ ചിലപ്പോൾ വേവ്സ് കേട്ടിട്ടുണ്ടാകും, കറൻസ് ചിലപ്പോൾ കേൾക്കാൻ സാധ്യത കുറവാണ്. വേവ്സും ടൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ വേവ്സ്, ടൈഡ്സ് ആൻഡ് കറൻസ് ഇതാണ് പ്രധാനപ്പെട്ട ഓഷ്യൻ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സർക്കുലേഷൻ ഇൻ ഓഷ്യൻസ്. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് എടുത്തു പഠിക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് വേവ്സ്. Waves are formed when the water on the surface of the ocean rises and falls alternately. Waves എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, തിരമാലകൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ബീച്ചിൽ പോയ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ? തിരമാലകൾ. എങ്ങനെയാണ് തിരമാലകൾ ഉണ്ടാകുന്നത്? വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. അതായത് ഓഷ്യൻ പൊങ്ങുന്നു, താഴുന്നു. ഇനി എങ്ങനെയാണ് ഇത് പൊങ്ങുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് വെൻ വിൻഡ് സ്ക്രേപ്സ് അക്രോസ് ദ ഓഷ്യൻ സർഫസ്. അതായത് ഈ ഓഷ്യൻ സർഫസിൽ നല്ല കാറ്റ് വന്ന് തട്ടുമ്പോഴാണ് ഇത്തരത്തിൽ ഓഷ്യൻ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഈ കാറ്റിൻ്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ വേവ്സിൻ്റെയും ശക്തി കൂടും. നിങ്ങൾ ഈ കൊടുങ്കാറ്റൊക്കെ വരുന്ന സമയത്ത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, തിരമാലയ്ക്കും ശക്തി കൂടും, വേവ്സിനും ശക്തി കൂടും. അപ്പോൾ ഈ കാറ്റിനെ ബേസ് ചെയ്തിട്ട് കാറ്റ് വന്ന് ഓഷ്യൻ സർഫസിൽ തട്ടുമ്പോഴാണ് ഇതുപോലെ വേവ്സ് ഉണ്ടാകുന്നത്. ഓഷ്യൻ റൈസസ് ആൻഡ് ഫോൾസ് ഓൾട്ടർനേറ്റ്ലി. The stronger the wind blows, the bigger the waves become. ഇപ്പോൾ പറഞ്ഞ പോയിന്റാണ്. ശക്തമായി കാറ്റ് വീശുമ്പോൾ അതിനനുസരിച്ച് തന്നെ ശക്തമായ തിരമാലകൾ, വേവ്സും ഉണ്ടാകുന്നു. ഇനി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, സുനാമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. An earthquake, volcanic eruptions or underwater landslides can move a lot of sea water, ഫോമിങ് ഇനോർമസ് സുനാമി. സുനാമി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ സുനാമി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കടൽ ജലത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന എർത്ത് ഭൂമികുലുക്കം, വോൾക്കാനിക് ഇറപ്ഷൻസ് അഗ്നിപർവ്വത സ്ഫോടനം, അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ലാൻഡ് സ്ലൈഡ്സ് ഉരുൾപൊട്ടൽ നമ്മുടെ സമുദ്രത്തിനടിയിൽ ഉണ്ടായാൽ ധാരാളം കടൽ ജലം അല്ലെങ്കിൽ സമുദ്രജലം മാറി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്നതാണ് സുനാമി എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഭൂമികുലുക്കം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്, എന്താണ്, ഉരുൾപൊട്ടൽ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സുനാമിക്ക് പ്രധാനമായ കാരണം. സുനാമി ഈസ് എ ജാപ്പനീസ് വേർഡ്. സുനാമി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥമാണ് ഹാർബർ വേവ്സ്, തുറമുഖ തിരമാലകൾ. തുറമുഖ തിരമാലകൾ എന്നാണ് ഹാർബർ വേവ്സിന്റെ മലയാളം. ഈ ഹാർബർ വേവ്സ്, അപ്പോൾ സുനാമി എന്ന് പറയുന്ന ജാപ്പനീസ് വേർഡിന്റെ മീനിങ് ആണ് ഹാർബർ വേവ്സ്. എ സുനാമി ഈസ് എ സീരീസ് ഓഫ് വേവ്സ് ദാറ്റ് ക്യാൻ ബി മോർ ദാൻ 100 feet ഹൈ. ശക്തമായ സുനാമികൾ വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, ശക്തമായ സുനാമികൾ വരുമ്പോൾ ഉണ്ടാകുന്ന തിരമാലകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 അടിക്ക് മുകളിലായിരിക്കും. നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ? 100 അടിക്ക്. നമ്മുടെ ഒരു മനുഷ്യന്റെ ഉയരം എന്ന് പറയുന്നത് സാധാരണ 5.5 അടി 6 അടി മാത്രമാണ്. അപ്പോൾ 100 അടി എന്ന് പറയുമ്പോൾ എത്ര മനുഷ്യൻ നിന്നാലാണ് 100 അടിയിലേക്ക് എത്തുക? അപ്പോൾ ഒരു സുനാമി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരമാലകളുടെ ഉയരം എന്ന് പറയുന്നത് 100 feet ആണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായ സുനാമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാം. സുനാമി ദാറ്റ് സ്ട്രക്ക് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോസ്റ്റ് ഇൻ ഡിസംബർ 26, 2004.
ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ കോസ്ഡ് ഹ്യൂജ് ഡാമേജ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളുടെ കടൽ തീരങ്ങളിൽ 2004 ഡിസംബർ 26 സുനാമി ഉണ്ടായത്. ഇത് വളരെയധികം നാശനഷ്ടങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കി. അപ്പോൾ എന്നാണ് ഉണ്ടായത്? ഡിസംബർ 26, 2004 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോസ്റ്റിലാണ് ഇത് ധാരാളമായും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. The wave was the result of the earthquake having its epicenter close to the western boundary of Sumatra, and the magnitude of the earthquake was 9 on the Richter scale. എപ്പിസെന്റർ എന്ന് പറയുന്നത് ആ ഭൂമി കുലുക്കം ഉണ്ടായ ഭാഗത്തിന് നേരെ ഭൂമിക്ക് മുകളിലുള്ള ഭാഗം. നമുക്കറിയാം ഈ കടലിന്റെ അടിയിൽ ഭൂമി കുലുക്കം ഉണ്ടായത് കൊണ്ടാണ് എന്തുണ്ടായത്? സുനാമി ഉണ്ടായത്. അപ്പോൾ ഈ സുനാമി ഉണ്ടായ ഭാഗത്ത് ഭൂമിയുടെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ഉൾഭാഗത്താണ് എന്തുണ്ടായത്? എർത്തുക്വേക്ക്. ഈ എർത്തുക്വേക്ക് ഉണ്ടായ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതെവിടെയാണോ ഭൂമിയുടെ സർഫസിൽ തട്ടുന്നത് അതാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്പിസെന്റർ എവിടെയാണ്? സുമാത്ര ദ്വീപിന്റെ വെസ്റ്റേൺ ബൗണ്ടറിയിലാണ് ഈ എപ്പിസെന്റർ. അപ്പോൾ ആ ഭാഗത്തുള്ള കടലിന്റെ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിയിലാണ് എർത്തുക്വേക്ക് ഉണ്ടായത്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിക്ടർ സ്കെയിലിൽ, അതായത് നമ്മുടെ എർത്തുക്വേക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. അതിൽ തീവ്രത എന്ന് പറയുന്നത് 9 മുകളിൽ അല്ലെങ്കിൽ 9 ആയിരുന്നു റിക്ടർ സ്കെയിലിൽ ആ എർത്തുക്വേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സാധാരണ 6 മുകളിൽ പോയാൽ വളരെ ശക്തമായ ഭൂമി കുലുക്കമാണ്. ഇത് എത്രയാണ്? 9 ആണ്. അതാണ് അത്രയും ശക്തമായ. എവിടെയാണ് ഇത് ഉണ്ടായത്? സുമാത്ര ദ്വീപിന്റെ വെസ്റ്റേൺ ബൗണ്ടറിയിൽ. അവിടെ നിന്ന് അത് ഇന്ത്യൻ തീരം വരെ എത്തണം. ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം അത് എത്രയും വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു എർത്തുക്വേക്ക് ആയിരുന്നിരിക്കണമെന്ന്. Then it traveled at a speed of about 800 km/h. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 800 കിലോമീറ്റർ. ഈ സുനാമി വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 800 km/h ആയിരുന്നു. ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ് were some of the countries where there was maximum destruction ഉണ്ടായ ചില രാജ്യങ്ങളാണ് ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ്. ഇതൊക്കെ ഈ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ വരുന്ന ചില രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെയാണ് മാക്സിമം നാശനഷ്ടങ്ങൾ, ഡിസ്ട്രക്ഷൻ ഉണ്ടായത്. ഇന്ദിര പോയിന്റ്, ദ സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും ഏറ്റവും തെക്ക് ഭാഗത്തുള്ള പോയിന്റ് ആണ് ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഭാഗമാണ്. നമ്മുടെ യൂണിയൻ ടെറിട്ടറിയായ ആൻഡമാൻ നിക്കോബാറിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്, അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്. അതിന്റെ പേരാണ് ഇന്ദിര പോയിന്റ്. ഈ ഇന്ദിര പോയിന്റും തമിഴ്നാടിന്റെ കോസ്റ്റൽ ഏരിയാസും ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, കേരള ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് മുഴുവനായിട്ടും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞ ഈ ഇന്ദിര പോയിന്റ് ഈ സുനാമിയിൽപ്പെട്ട് കംപ്ലീറ്റ് ജലത്തിനടിയിൽ മുങ്ങിപ്പോയി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ആ ഭാഗത്ത് ധാരാളമായി ഡിസ്ട്രക്ഷൻസ് ഉണ്ടായി. എന്നാൽ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? ഇന്ദിര പോയിന്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ്, ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമായ ഈ ഇന്ദിര പോയിന്റ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ്, ജലത്തിനടിയിൽ പെട്ടുപോയി ഈ സുനാമി കൊണ്ട്. കോസ്റ്റൽ ഏരിയാസ് ഓഫ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, കേരള and Andaman Nicobar Islands were affected the most. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, കേരള, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും തീരപ്രദേശങ്ങളിൽ ധാരാളം നാശനഷ്ടം ഈ സുനാമി കൊണ്ട് ഉണ്ടായി. Tsunamis are rare in the Indian Ocean as the seismic activity is less than compared to the Pacific Ocean. അപ്പോൾ സുനാമികൾ ഇന്ത്യൻ ഓഷ്യനിൽ വളരെ റെയർ ആണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കമ്പയർഡ് ടു പസഫിക് ഓഷ്യൻ, പസഫിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ സുനാമി സാധ്യതയുള്ളത്. കാരണം ആ പസഫിക് ഓഷ്യന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ആഴങ്ങളിൽ ധാരാളം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് സീസ്മിക് ആക്ടിവിറ്റി
ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സീസ്മിക് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ പസഫിക് ഓഷ്യനിലാണ് കമ്പയർഡ് ടു ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ സുനാമിയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ 2004 ഡിസംബർ 26 നടന്ന സുനാമി എക്സാമ്പിൾ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 പോയിന്റും കൂടെയുണ്ട്. നമ്മൾ വേവ്സിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ഇനി ടൈഡ്സും കറൻസും ഉണ്ട്. അത് ഇനി അടുത്ത പാർട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോകും. അപ്പോൾ വേവ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള വേവ്സ്, സാധാരണ വേവ്സ്. എന്നാൽ ഈ ഫിഗർ കണ്ടോ, ഒരു സുനാമി മൂലമുണ്ടായ നാശനഷ്ടങ്ങളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. സുനാമി നിങ്ങൾ ചിലപ്പോൾ ലോകാവസാനം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ സുനാമി നിങ്ങൾ വാർത്തയിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഫിഗറും കിട്ടും, ഏകദേശം ഒരു ഫിഗർ. സാധാരണ അടിച്ചു കൊടുത്താൽ ഇതുപോലെ നാശനഷ്ടങ്ങളുടെ ഫിഗറാണ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാർട്ടിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇത്രയും പഠിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.